അനുരഞ്ജന ശ്രമങ്ങൾ കോൺഗ്രസ് പാർട്ടി നടത്തുന്നതിനിടെയാണ് കേരള കോൺഗ്രസ് എം രൂക്ഷ വിമർശവുമായി വീണ്ടും രംഗത്തെത്തിയത്. മുഖമാസികയായ പ്രതിച്ഛായയിൽ കോൺഗ്രസിന്റെ കടന്നുപോയ തലമുറയെയും ഇപ്പോഴത്തെ തലമുറയെയും മാസിക വിമർശിക്കുന്നു. മുമ്പ് ആഭ്യന്തരമന്ത്രിയായിരുന്ന പി.ടി. ചാക്കോയെ സ്ത്രീ വിഷയത്തിൽ ചതിച്ച് ഇല്ലാതാക്കിയവരുടെ പിൻതലമുറക്കാർ ഇന്ന് കെ.എം. മാണിയെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. അതിന് ബാർ മുതലാളിമാരുമായി ഇവർ കൂട്ടുചേർന്നു. ശ്രമം വിജയിച്ചതുകൊണ്ടാണ് കെ.എം. മാണിക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. കെ.എം. മാണിയെക്കുറിച്ച് വാതോരാതെ സംസാരിച്ച LDF നേതാക്കളുടെ പ്രശംസാവചനങ്ങൾ UDF-ലെ ചില നേതാക്കളെ അങ്കലാപ്പിലാക്കിയെന്നും ലേഖനം പറയുന്നു. കെ.എം. മാണി എതിർത്തതുകൊണ്ടാണ് ബാറുകൾക്ക് ലൈസൻസ് നൽകാത്തതെന്ന് UDF മന്ത്രിസഭയിലെ ഒരു പ്രമുഖൻ ബാർ ഉടമകളെ അറിയിച്ചതായും ഇതേ തുടർന്ന് ബാർ മുതലാളിമാർ കെ.എം. മാണിക്കെതിരെ തിരിഞ്ഞുവെന്നും ലേഖനം തുറന്നടിക്കുന്നു. പൊട്ടിത്തെറിയുടെ വക്കിൽ നിൽക്കുന്ന കേരള കോൺഗ്രസ് ബന്ധത്തെപ്പറ്റി കോൺഗ്രസ് നേതാക്കൾ സംയമനം പാലിച്ച് പ്രതികരണങ്ങൾ നടത്തുന്നതിനിടെയാണ് പ്രതിച്ഛായ വീണ്ടും കോൺഗ്രസിനെതിരെ തിരിഞ്ഞത്. ചരൽക്കുന്ന് ക്യാമ്പിൽ സ്വീകരിക്കാനിരിക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങളുടെ വ്യക്തമായ സൂചനയാണ് പ്രതിച്ഛായയിലൂടെ പുറത്തുവരുന്നത്. ആൽവിൻ തോമസ്, മീഡിയ 1, കോട്ടയം.